എത്രത്തോളം ഇൻസ്പയറിംഗ് ആണ് ഇങ്ങനെ ഇനി വരും തലമുറയ്ക്ക് ഇതുപോലൊരു ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്തായിരിക്കും? ഞാനൊരു എൻ്റെ ലൈഫിലുള്ളൊരു എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഈ വരുന്ന തലമുറ ആയിക്കോട്ടെ, ഇപ്പോഴത്തെ തലമുറ ആയിക്കോട്ടെ, നമ്മളെപ്പോഴും നമ്മുടെ പ്രീവിയസ് തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിലുള്ള ഒരു തലമുറയ്ക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. എനിക്കത് കൊടുത്തത് കൊണ്ടാണ് ആക്ച്വലി എനിക്ക് ഈ മുന്നോട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ എക്സ്പീരിയൻസ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ലൈഫിൽ ഇതിനൊരു ഭയങ്കര ത്രെഡ് വന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആക്ച്വലി ഗൾഫിലായിരിക്കുമ്പോഴത്തേന് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫാദറിൻ്റെ കമ്പനിയിൽ നിന്ന് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയപ്പോഴത്തേന് ഞാൻ ചലഞ്ച് ചെയ്ത വലിയൊരു കാര്യം, നമ്മളെല്ലാ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യണം, പ്രൂവ് ചെയ്യണമെന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജുണ്ട് ലൈഫിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ആക്ച്വലി ഒരു ടൈമിൽ വന്നപ്പോഴത്തേന് വീട്ടിലിങ്ങനെ സാധനങ്ങൾ മേടിച്ച് കൊടുക്കുക. പേരൻസ് ആണല്ലോ, അവരാണ് ഡീൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ആദ്യമായിട്ട് വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് കൊടുക്കണം. അന്ന് വരെ ഞാൻ ഇതിൻ്റെയൊക്കെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്, വീട്ടിൽ സാധനം. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ഗൾഫിലെ ഏറ്റവും വലിയൊരു ഇവിടെ ലുലു എന്ന് പറയുന്ന മാർക്കറ്റ് അറിയാം. ഗൾഫിലെ മലയാളികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മാർക്കറ്റാണ് ലുലു. നമ്മളെല്ലാവരും പോയി സാധനം മേടിക്കുന്ന അവിടെ നിന്നാണ്, പ്രവാസികളായിട്ടുള്ളവർ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ലുലു പോയിട്ട് വീട്ടിലത്തേക്ക് അവിടേക്ക് നിന്ന് കാർട്ടൂണിലാണ് ഈ പഴം മേടിക്കുന്നത്. ഇങ്ങനെ പഴം മേടിച്ചു. അപ്പോൾ ഞാനതങ്ങനെ വളരെ പ്രൗഡോടുകൂടി മേടിച്ചു. ഞാൻ എൻ്റെ സ്വന്തം അധ്വാനത്തിലൊക്കെ പോയി മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രൗഡായിട്ട് കൊണ്ട് വീട്ടിൽ കൊടുത്തു. വീട്ടിൽ കൊടുത്തപ്പോഴത്തേന് അത് ഓപ്പൺ ചെയ്തപ്പോഴത്തേന് ആ പഴം ഇങ്ങനെ കല്ലിച്ചിരിക്കുകയാണ്. അപ്പോൾ പപ്പ ഭയങ്കര എന്താണ്, ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞില്ല. അതെനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞപ്പോൾ തന്നെ അത് കൊള്ളത്തില്ല ആക്ച്വലി, അതുകൊണ്ട് പപ്പ കൊള്ളത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തന്നെ, ഞാൻ ഈ ലുലു പോലത്തെ അടുത്ത് പോയി മേടിച്ചിട്ട് അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. സെക്കൻഡ് ടൈമിൽ അങ്ങനെ പോയപ്പോൾ തന്നെ അതിനെന്തോ ഒരു കംപ്ലയിൻറ്റ് വന്നു. സെക്കൻഡ് ടൈമിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഫീലായി അത്. അപ്പോൾ തന്നെ ഞാൻ യൂസഫ് അലി സാറിൻ്റെ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് പുള്ളിയുടെ ഇമെയിൽ ID എടുത്ത് ഞാൻ ഈ പഴം ഫോട്ടോ എടുത്ത് ഇതിൻ്റെ കംപ്ലയിൻറ്റ് പുള്ളിക്ക് ഇമെയിൽ ഞാൻ ചെയ്തു. എൻ്റെ ഫ്രസ്ട്രേഷനാണ് ഞാൻ ഇവിടെ തീർത്തത്, അല്ല വേറെ ഒന്നുമല്ല. എനിക്ക് ആ ദേഷ്യം വന്നപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യമാണ്. ഞാനൊരു 3 മണിക്കാണ് ചെയ്തത്. 3 മണി, വൈകുന്നേരം 3 മണിയായപ്പോൾ ആ മെയിൽ ചെയ്തു. രാത്രി 11 മണിയായപ്പോൾ ആ മെയിലിന് റിപ്ലൈ വന്നു. ഓക്കെ, നോട്ടീസ് ചെയ്യണം, ഒരു സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. അന്ന് രാത്രി 11 മണിയായപ്പോൾ 100-ൽ പരം സ്റ്റോറുണ്ട് പുള്ളിക്ക്, മനസ്സിലായോ? ലക്ഷക്കണക്കിന് എന്താ പറയുക സർവീസസ് ആണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ആയിരക്കണക്കിന് ജോലിക്കാർ. ഇത്രയും ചെയ്യുന്ന ഒരാളുടെ ഇമെയിലിൽ ഒരു ചെറിയൊരു പഴത്തിൻ്റെ കംപ്ലയിൻറ്റ് പുള്ളി ഒരു 5 മണിക്കൂർ കൊണ്ട് അതിന് റിപ്ലൈ ചെയ്തു. നെക്സ്റ്റ് അവിടെ സംഭവിച്ച് കേൾക്കണം. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ സ്റ്റോറി പോയപ്പോൾ ആ ഒരു പഴത്തിൻ്റെ ബ്രാൻഡ് അവിടെ ഇല്ല, ആ ഇതേ അവിടെ ഇല്ല. പുതിയ ക്വാളിറ്റിയുള്ള സാധനം അവിടെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് അങ്ങനത്തെ ആൾക്കാർ സക്സസ് ആവുന്നതിൻ്റെ കാര്യം പറയുന്നത്? നമ്മൾ ആരെങ്കിലും ചിന്തിക്കുമോ? നമ്മളെയൊക്കെ നാട്ടിലൊരു ചെറിയൊരു കടയിൽ ഒരു സാധനത്തിൻ്റെ വേണ്ടി എന്തെല്ലാം സ്ട്രഗിൾ ചെയ്യണം. ഒരു മെയിൽ അയച്ചപ്പോഴത്തേന് അദ്ദേഹത്തിൻ്റെ സിസ്റ്റം വഴി അദ്ദേഹം ചെയ്തൊരു കാര്യമാണ്, അല്ലേ? അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായി, നമ്മൾക്ക് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കേണ്ടത് ഭയങ്കര ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രോപ്പർ ഒരു സിസ്റ്റം. അവരൊരു പ്രോപ്പർ ഒരു സിസ്റ്റം ഉണ്ടാക്കിയതുകൊണ്ടാണ് പുള്ളിക്ക് ആ മെയിൽ റിപ്ലൈ ചെയ്യാനും. അതിന് ഞാൻ ഒരിക്കലും പറയുന്നത് പുള്ളി രാത്രി കുത്തിയിരുന്ന് മെയിൽ ചെയ്തല്ല. പുള്ളിക്കൊരു എൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കാണുമായിരിക്കും, പുള്ളി അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു, ഒരു സിസ്റ്റം ഉണ്ടാക്കി. ആ സിസ്റ്റം ഇന്ന് നമ്മുടെ നാട്ടിലൊരു യൂസ് അല്ലേ? പിന്നെ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സക്സസ് ഇപ്പോഴും അത് ആ ഒരു ലെവലിൽ നിൽക്കാനുള്ള ഒരു അത്രേ ഉള്ളൂ. അപ്പം അന്ന് അതെനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയി. ഞാൻ പറഞ്ഞത് നമ്മളല്ല ആക്ച്വലി നമ്മുടെ പിൻതലമുറ അല്ലെങ്കിൽ മുമ്പുള്ള തലമുറകൾ കാണിച്ചു തരുന്ന ചില മാതൃകകളാണ് സത്യം പറഞ്ഞാൽ അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് അന്ന് പോലെ ആ സിസ്റ്റത്തോട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഇത് കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് കൂടി ഉണ്ടാക്കണം, ഇതൊരു നീഡായിട്ട് മാറ്റണമെന്നുള്ളത് കുറച്ചുകൂടെ ഫോക്കസിങ് വന്നു. അപ്പം എനിക്ക് പറയാനുള്ളതും എന്താ പറയുക, വരുന്ന തലമുറകളോടും അവരുടെ മുമ്പുള്ളവർ എന്ത് ചെയ്തു എന്നുള്ളത് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് വേണം അവർ മുന്നോട്ടുള്ള ചെയ്യാൻ വേണ്ടി. നമ്മളല്ല എല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളത്, മുന്നുള്ളവർ കണ്ടുപിടിച്ചതിൻ്റെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അത് ശരിക്കും അതൊരു നമ്മളെല്ലാവരും ഇൻസ്പയർ ചെയ്യേണ്ടതും അല്ലെങ്കിൽ നമ്മൾ മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഈ പറഞ്ഞ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനും എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ് സപ്പോർട്ട് എങ്ങനെയാണ്?